السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് തദബ്ബുറുൽ ഖുർആൻ്റെ മറ്റൊരു ഒരുമിച്ച് കൂടലിന് കൂടി അവൻ നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തദബ്ബുർ ചെയ്ത ആ സന്ദർഭത്തിൽ നബി തിരുമേനിക്കുണ്ടായ ശാരീരികമായ പ്രതികരണമായിരുന്നു. അതിലേറ്റവും പ്രധാനമായി ഏതാനും വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചപ്പോൾ നബിക്കുണ്ടായ വികാരമെന്ന നിലക്ക് ആണ് നബി തിരുമേനിയുടെ കരച്ചിലിനെ കുറിച്ച് നാം പറഞ്ഞത്. തദബ്ബുറിൽ നിന്നുണ്ടായ ഒരു കരച്ചിലാണ് യഥാർത്ഥത്തിൽ അത്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അധ്യായങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ആ അധ്യായങ്ങളുടെ ഉള്ളിലേക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിച്ചെന്നതും തിരുമേനിക്കത് ഹൃദയത്തിൽ ഉണ്ടാക്കിയ സ്വാധീനവുമാണ്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാവരുടെ കയ്യിലും ഖുർആൻ ഉണ്ടാകണം, ഇന്ന് പ്രത്യേകിച്ചും എന്ന് വളരെ വിനീതമായി ഉണർത്തുകയാണ്. കാരണം ഇന്ന് ഒരു പ്രധാനപ്പെട്ട അധ്യായത്തെ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് മറിച്ചു നോക്കേണ്ട കാര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായി. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ഏറ്റവും തഖ്വയുള്ള മനുഷ്യനാണ്. ഏറ്റവും നല്ല ഖുശൂഉള്ളവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആൻ എങ്ങനെ തദബ്ബുർ ചെയ്യണം, അങ്ങനെ തദബ്ബുർ ചെയ്തത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, നേരത്തെ നാം പറഞ്ഞത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ ഒരു വ്യത്യാസമായിരുന്നു ഇത് തദബ്ബുർ ചെയ്തപ്പോൾ ഉണ്ടായ. ഇത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രകൃത്യാ ഉണ്ടായ ഒരു വ്യത്യാസമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് ഇങ്ങനെ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത്, റസൂലെ നിങ്ങൾ നരച്ചുപോയോ എന്ന്. നമ്മൾ സാധാരണ ആളുകളെ കണ്ടാൽ അങ്ങനെ പറയാറുണ്ടല്ലോ, എന്താ നരച്ചല്ലോ എന്ന്. അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ നബി തിരുമേനിയുടെ ശരീരത്തിൽ വെള്ളമുടികൾ സമയമാകുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്ന ഒരു തോന്നലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ആ സമയത്ത് എണ്ണാവുന്ന അത്രയും മുടികൾ നരച്ചതുണ്ടായിരുന്നു. എണ്ണാവുന്ന അത്രയും മുടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നഷ്ടം, അത്രയും മുടികൾ നരച്ചതുണ്ടായിരുന്നു. അത് സഹാബികൾ എണ്ണിയിട്ടുണ്ട്, അത് 20-ൽ കവിയുകയില്ല എന്ന് പറഞ്ഞു. അത്രയും മുടികളെ ഉള്ളൂ. എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു വാർദ്ധക്യത്തിൻ്റെയും നിരയുടെയും ദുർബലതയുടെയും ഒക്കെ അടയാളങ്ങൾ കാണാനുണ്ടല്ലോ നബിയെ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹ, അതെ, എന്നെ നരപ്പിച്ചത് ഹൂദും അവളുടെ സഹോദരങ്ങളുമാണ്. ഹൂദ് എന്ന് പറഞ്ഞാൽ സൂറത്ത് ഹൂദാണ്, സൂറത്ത് ഹൂദ്. അവൾ എന്ന് പറയാൻ കാരണം സൂറത്ത് എന്നത് മുഅന്നസാണ്, അല്ലെങ്കിൽ ഫീമെയിലാണ്, അതുകൊണ്ടാണ് അവൾ എന്ന് പറഞ്ഞത്. ഹൂദുൻ
ഏതൊക്കെയാണ് ഈ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്? അതിൽ വാഖിഅയുണ്ട്, മുർസലാത്തുണ്ട്, അമ്മയതസഅലൂനുണ്ട്, ഇദശംസു കുവ്വിറത്തുണ്ട്. ഈ സൂറകൾ കാരണമായാണ് ഞാൻ നരച്ചുപോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ഇത് വല്ലാത്തൊരു സംഗതിയാണല്ലോ. തദബ്ബുർ ചെയ്തിട്ട് ഖുർആനിനെ അവതരിക്കുന്ന സമയത്ത് അതിനെ തദബ്ബുർ ചെയ്തിട്ട് മുടി നരച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടുണ്ടാകുക? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? കരഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. മുടി നരച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സൂറത്തിന്റെ ഉള്ളിലേക്കൊന്ന് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. എന്താണ് മുടി നരക്കാൻ മാത്രം ഇതിലുള്ളത് എന്ന്. ഈ സൂറത്ത് മക്കിയാണ്. മക്കി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ 3 വചനങ്ങളല്ലാത്തതൊക്കെ മക്കിയാണ്. ഇതിലെ 3 വചനങ്ങൾ 12, 17, 114 വചനങ്ങൾ. അതല്ലാത്തതൊക്കെ മക്കിയാണ്. സോറി, അതല്ലാത്തതൊക്കെ മക്കിയാണ്. ഈ 3 വചനങ്ങൾ മദനിയാണ്. 123 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 1, 2, 3 എന്ന് നമുക്ക് ഓർക്കാൻ എളുപ്പമാണല്ലോ. 123 വചനങ്ങൾ. 11 മുസ്ഹഫിന്റെ തർത്തീബ് അനുസരിച്ച് 11ാമത്തെ അധ്യായമാണ് ഇത്. 12ാമത്തെ ജുസ്ഇലാണ് ഇതുള്ളത്. സൂറത്ത് യൂനുസിന് ശേഷമാണ് ഇത് അവതരിച്ചത്. ഇത് ആരംഭിക്കുന്നത് ഹുറൂഫുൻ മുഖത്താ. ഹുറൂഫുൻ മുഖത്താ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആദ്യ ഭാഗങ്ങളിൽ, ചില അധ്യായങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്ന ഒറ്റ അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അതാണ് അത്. ഇതിൽ ഒരുപാട് പ്രവാചകന്മാരുടെ കഥ പറയുന്നുണ്ട്. ഹൂദ് നബിയുടെ കഥ സ്വാഭാവികമായുണ്ട്. അതുകൊണ്ടാണ് ഹൂദ് എന്ന പേര് ഇതിന് കിട്ടിയിട്ടുള്ളത്. ആദ്യ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകനായിരുന്നു ഹൂദ് എന്ന് നമുക്കറിയാം. അപ്പം ഈ സൂറയിൽ യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നരപ്പിച്ചു കളഞ്ഞത് ഇതും ഇവരുടെ സഹോദരങ്ങളുമാണ് എന്ന് പറയാനുള്ള കാരണം. നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് അവതരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് പറയുമ്പോൾ സഹാബികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഏതായിരിക്കണം ആ സൂറകൾ, നബിയെ നരപ്പിച്ചു കളഞ്ഞ സൂറകൾ. നമ്മളാരും ഏതെങ്കിലും ഒരു അധ്യായം വായിച്ചിട്ട് നമുക്ക് ആർക്കും നരക്കും തോന്നിയിട്ടില്ലല്ലോ, അല്ലെ? നരക്കുന്നു തോന്നിയിട്ടില്ല. സൂറത്തുൽ വാഖിഅ, അൽ മുർസലാത്ത്, അമ്മ യതസഅലൂൻ, പിന്നെ നമ്മൾ പറഞ്ഞു ഇദശംസു കുവിറത്ത്, തക്വീർ എന്ന സൂറത്ത്. ഇതാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല സഹീഹാണെന്ന് പറഞ്ഞ ഹദീസിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അധ്യായങ്ങളാണ് ഇത്. കൂട്ടത്തിൽ സൂറത്തുൽ ഗാശിയ, അതുപോലെ തന്നെ സഅല സായിലുൻ ബിഅദാബിൻ വാഖി, അതുപോലെ ഇഖ്തറബത്തിസ് സാഅ, സൂറത്തുൽ ഖാരിഅ. ഈ 4 സൂറത്ത് കൂടി ചില റാവികൾ, ചില റിപ്പോർട്ടർമാർ അതും കൂടി അതിൽ പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും ഈ അധ്യായവും ഈ അധ്യായത്തിനെ തുടർന്നുള്ള നേരത്തെ പറഞ്ഞ അധ്യായങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നര വരാനുള്ള കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ, ഈ അധ്യായത്തിൽ അത്യത്ഭുതകരമായ ചില വചനങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതിലൊന്നാമത്തേത് സൂറത്ത് ഹൂദിലെ 5ാമത്തെ വചനം. സൂറത്ത് ഹൂദിലെ 5ാമത്തെ വചനം. 5ാമത്തെ വചനം പഠിപ്പിക്കുന്നത് വളരെ അതിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. അവതരണ പശ്ചാത്തലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആയത്തിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ ആശയം നമുക്ക് കിട്ടുകയുള്ളൂ. 5ാമത്തെ വചനം നിങ്ങളെ കയ്യിലൊക്കെ മുസാഹിഫ് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഹുവല്ലദി ജഅല, അതല്ല, സൂറത്ത് യൂനുസ് അല്ല, സൂറത്ത് ഹൂദിലെ 5ാമത്തെ വചനം. അതിൽ മുസാഹിഫ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ വചനത്തിൽ യഥാർത്ഥത്തിൽ ആ വചനം അവതരിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ടായി. ആ കാരണം ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് എന്നത്. അല ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫു മിൻ.
അലാ ഹീന യസ്തഗ്ശൂന സിയാബഹും യഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. അലാ, അറിയുക, ശ്രദ്ധിക്കുക. ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫു മിൻഹു, അവനിൽ നിന്ന് അഥവാ അള്ളാഹുവിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി അവർ തങ്ങളുടെ നെഞ്ചുകൾ മടക്കിക്കളയുന്നു. അലാ ഹീന യസ്തഗ്ശൂന സിയാബഹും, അറിയുക, അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ട് പുതച്ചു മൂടുമ്പോൾ പോലും യഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ, നിശ്ചയമായും അവൻ നെഞ്ചുകളിലുള്ളത് അറിയുന്നവനാകും. നോക്കൂ, ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നണില്ലേ, ഇതൊന്ന് ഹൃദയം തുറന്ന് വായിച്ചാൽ നമ്മൾ നരച്ചു പോകും എന്ന് തോന്നുന്നില്ലേ? എന്താ പറഞ്ഞത്? ഈ ആയത്ത് അവതരിച്ചത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പേര് അഹ്നസ് എന്നായിരുന്നു. അഹ്നസ് ഇബ്നു ശരീഖ്. ഇയാള് അതിമനോഹരമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു. നല്ല സംസാരമാണ്. കാണാൻ ഇയാൾ അതിസുന്ദരനുമാണ്. ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നബിയോട് നബിക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള വാക്കുകൾ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഇയാളുടെ ഹൃദയത്തിലോ മറ്റൊന്ന് അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ട്, അത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടുമുള്ള വെറുപ്പായിരുന്നു. വല്ലാത്ത വെറുപ്പായിരുന്നു. അഥവാ ഇയാളുടെ ഹൃദയത്തിലുള്ളത് റസൂലിനോടും ഇസ്ലാമിനോടുമുള്ള വെറുപ്പും, അയാളുടെ നാവിൻ തുമ്പത്തുള്ളത് അതിൻ്റെ നേരെ എതിരുമായിരുന്നു. ഭയങ്കരമായ നബിയൊക്കെ സോപ്പിട്ടിട്ടുള്ള വാക്കാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി നിങ്ങളെ ആയത്തൊന്നും കൂടി വായിച്ചു നോക്കൂ. അല ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫു, അറിയണം, അവനിൽ നിന്ന് അഥവാ അള്ളാഹുവിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി അവർ തങ്ങളുടെ നെഞ്ചുകൾ മടക്കിക്കളയുന്നു. അല ഹീന എന്ന് വെച്ചാൽ നെഞ്ചിന്റെ അകത്തവർ അള്ളാഹുവിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി ചിലത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവർ വിചാരിച്ചത് അള്ളാഹുവിൽ നിന്ന് ഒളിക്കാൻ പറ്റും എന്നാ, രഹസ്യമാക്കി ഹൃദയത്തിൽ വെച്ചപ്പോൾ. അല ഹീന യസ്തഗ്ശൂന സിയാബഹും യഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ, ഇവരറിയണം, നമ്മൾ അറിയണം. എന്താണ് അറിയേണ്ടത്? തങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ട് പുതച്ചു മൂടുമ്പോൾ പോലും, അവ പുതച്ചു മൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്താൽ പോലും ആ രഹസ്യങ്ങൾ പോലും ആരറിയും? അള്ളാഹു അറിയും. ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ, തീർച്ചയായും അവൻ നെഞ്ചകത്തുള്ളത് പോലും അറിയുന്നവൻ തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ മനുഷ്യന്മാരുടെ ധാരണ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ച് ഇയാൾ ഇങ്ങനെ ചെയ്തു. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇതേ സൂറത്തിലെ 114-ാമത്തെ വചനമാണ്. 114-ാമത്തെ വചനം. ഞാൻ പറഞ്ഞു നിങ്ങളിത് കയ്യിൽ വെച്ച് മറിക്കന്നെ വേണം. കാരണം നമുക്കിന്ന് ആ സൂറത്തെങ്കിലും ഒരു സൂറത്തെങ്കിലും നമ്മൾ പൂർണ്ണമായി ഒന്ന് മറിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള എന്താന്ന് മനസ്സിലാക്കാമല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. എന്താണ് 114-ാമത്തെ വചനം? എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള വചനമാണ്. വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്നസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ ആദ്യയാമങ്ങളിലും നീ നമസ്കാരം നിർവഹിക്കേണ്ട വിധം നിർവഹിക്കുക. ഇന്നൽ ഹസനാതി യുദ്ഹിബ്നസ് സയ്യിആത്ത്, നിശ്ചയമായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ്. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ചിന്തിക്കുന്നവർക്ക് ഇത് ഒരു ഉത്ബോധനമാണ്. ഇതിലൊരു വലിയ ഉത്ബോധനമുണ്ട്. ഇതിനും ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരച്ചതെന്ത് എന്ന് കേൾക്കണമല്ലോ നമുക്ക്. അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ആലജ്തു ഇംറഅതൻ ഫീ അഖ്സൽ മദീന വഇന്നി അസബ്തു മിൻഹാ മിൻ ദൂന അൻ ആതീഹാ വഅന ഹാദാ ഫഖ്ദി മശി. റസൂലെ, മദീനയുടെ ഒരറ്റത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു സ്ഥലത്ത് വെച്ച്
ഞാൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടേണ്ടി വന്നു. ഇപ്പൊ ഇതാ ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നു നിൽക്കുന്നു. അതിനുള്ള ശിക്ഷ എന്താണ്? അത് നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ മറ്റു ചില ഹദീസുകളിൽ കാണാം, ഇയാള് ഈ സ്ത്രീയെ ചുംബിക്കുകയാണ് ചെയ്തത്. അയാളുടെ വീട്ടിലേക്ക് അയാൾ കൊണ്ടുപോയി. വീട്ടിൽ വരേണ്ട ഒരാവശ്യം ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഈ സ്ത്രീയെ ഇദ്ദേഹം ചുംബിച്ചു എന്നാണ്. ഇത് സഹിക്കവയ്യാതെ, ഈ ഒരു പ്രയാസം ഇനി എന്താ ചെയ്യാന്ന് സഹിക്കവയ്യാതെ അദ്ദേഹം തിരുമേനിയുടെ അടുത്ത് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇത് സംസാരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഇയാളോട് പറഞ്ഞു, ലഖദ് സതറക്കല്ലാഹ്, നിനക്ക് അള്ളാഹു മറച്ചു വെച്ച് തന്നില്ലേ? ആരും കണ്ടിട്ടില്ലല്ലോ നീ ചുംബിച്ചത്. ലൗ സതർത നഫ്സക, നിനക്കും അതാണ് മറച്ചു വെച്ചാ പോരേനോ? എന്തിനാ അപ്പൊ അത് ആളുകളുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. നബി യാതൊരു മറുപടി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ മറുപടി പറഞ്ഞു. പക്ഷെ നബി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അയാള് അവിടെ ഇരുന്നു, നബിന്റെ അടുത്ത് വീണ്ടും ഇരുന്നു. ഒരു നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് ഈ ആയത്ത് നബി തിരുമേനി ഇയാൾക്ക് ഓതി കൊടുത്തു. അപ്പോഴാണ് ആയത്ത് അവതരിപ്പിക്കുന്നത്. ഏതാണ് ഈ ആയത്ത്? നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കൂ. ഇനി ആയത്ത് എന്തായത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിച്ചു അല്ലെങ്കിൽ വ്യഭിചരിച്ചു എന്ന് സംശയിക്കുന്ന ഒരാൾ, അയാൾ സ്വയം കുറ്റം ഏറ്റുപറയാൻ വേണ്ടി തിരുമേനിയുടെ അടുത്ത് വന്നതാണ്. ഒരുപാട് വിഷയമുണ്ട് ഇതിൽ തിരുമേനിക്ക് നിരക്കാൻ. ഇവിടെ പോലീസില്ല, കോടതിയില്ല, അന്വേഷകനില്ല, ഒന്നുമില്ല. സ്വന്തം വന്നിക്ക ഒരാളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയ സമൂഹത്തിന്റെ തെർബിയത്തിന്റെ രീതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നബി അദ്ദേഹത്തോട് പറയുന്നത് ഒരു നമസ്കാരം കഴിഞ്ഞ ശേഷം വിളിച്ചു പറയാം, എവിടെ വാ, കേട്ടോ. എന്താണ്? പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ ആദ്യയാമങ്ങളിലും നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. 5 വക്ത നമസ്കാരത്തെ കുറിച്ചായി പറയും, നിർബന്ധ നമസ്കാരം. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്, നിശ്ചയമായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയും. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ഇത് ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഉത്ബോധനമാണ് എന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിങ്ങനെ കേട്ടപ്പോ ഇയാൾ തരിച്ചു നിന്നു. ഇയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹാദാ ലഹു ഖാസ. ഇയാളല്ല, വേറൊരാൾ ചോദിച്ചു. ആളുകൾ കേൾക്കേണ്ട ഈ സംഭവം. യാ റസൂലല്ലാഹ് ഹാദാ ലഹു ഖാസ, റസൂലേ ഇത് ഇയാൾക്ക് മാത്രമുള്ളതാണ്, ഇയാൾക്ക് മാത്രം, ഇയാളുടെ തെറ്റ് മാത്രം, അങ്ങനെയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബൽ ലിന്നാസി കഫ, അല്ല, ഇത് ജനങ്ങൾക്കൊക്കെ ഉള്ളതാണ്. നിർബന്ധമായ നമസ്കാരം നിർവഹിക്കേണ്ട വിധം ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കുന്ന ഒരുത്തന് അതിനിടയിലുള്ള ചെറിയ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്നർത്ഥം. അതാണ് പറഞ്ഞത്. അത് ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഈ വചനം അവതരിപ്പിച്ചത്. ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇതിലുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത് നോക്കൂ, നമ്മൾ ഈ സൂറത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൻ്റെ ആദ്യം മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന്, ഈ സൂറത്ത് ഞാൻ പറഞ്ഞു, ഈ സൂറത്തും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് യൂനുസും ശേഷമുള്ളത് യൂസുഫുമാണ്, അല്ലെ? യൂസുഫുമാണ്, അതെ. 3 പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്താണ്. ഒന്ന് യൂനുസാണ്, അടുത്തത് ഹൂദാണ്, പിന്നത്തേത് യൂസുഫാണ്. ആദ്യമായി പ്രവാചകന്മാരുടെ പേരിൽ സൂറകൾ അവതരിപ്പിച്ചത് ഈ മൂന്നെണ്ണമായിരുന്നു. സ്വാഭാവികമായി നമുക്കൊക്കെ അറിയാം, ഇത് ഇത്തരം പേര് വരാനുള്ള കാരണം ഈ അധ്യായത്തിൽ അവരെക്കുറിച്ചുള്ള പരാമർശമുണ്ടാകും എന്നതാണ്. നോക്കൂ, ഈ സൂറത്തിന് മുസ്ഹഫിലുള്ള തർത്തീബുണ്ടല്ലോ. ആദ്യം യൂനുസാണ്, പിന്നെ ഹൂദാണ്, പിന്നെ യൂസുഫാണ്. ഇതേ തർത്തീബ് പോലെ തന്നെയാണ്, ഈ ഘടനയിൽ തന്നെയാണ് ഈ സൂറത്ത് അവതരിച്ചതും എന്നത് ഇതിൻ്റെ ഒരു അത്ഭുതമാണ്. ഒന്ന്. ഇനി രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഖദീജ ബീവിയുടെയും അതുപോലെ തന്നെ നബിയുടെ പിതൃവ്യനായ അബൂ താലിബിന്റെയും മരണത്തിന് ശേഷമാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അഥവാ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവർ രണ്ടുപേരുടെയും, ഒരാൾ നബിയുടെ വലങ്കയും മറ്റേയാൾ ഇടങ്കയുമായിരുന്നു. ഇവര് രണ്ടും മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രതിസന്ധികൾ നേരിട്ടു ശത്രുക്കളിൽ നിന്നും.
തായിഫിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തെ തടഞ്ഞു, അദ്ദേഹത്തെ എതിർത്തു. അറബി ഗോത്രങ്ങൾ മുഴുക്കെ അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു. ഇതൊരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. നബി ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടു. മുസ്ലിമീങ്ങൾ മക്കയിൽ വല്ലാത്ത മുശ്രിക്കീങ്ങളുടെ ഒരുപാട് ഉപദ്രവങ്ങൾക്ക് വിധേയരായി. അങ്ങനെ അവര് ഹബശയിലേക്ക്, അബിസീനിയയിലേക്ക് ഹിജ്റ പോയി. കുറച്ചാളുകൾ വീണ്ടും ബാക്കിയായി. അവര് മക്കയില് ഈ ശത്രുക്കളുടെ കടുപ്പമുള്ള ഉപദ്രവങ്ങൾക്ക് വിധേയമായി ജീവിച്ചു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് യഥാർത്ഥത്തിൽ അവർക്ക് ക്ഷമയും കരുത്തും ധൈര്യവും ലഭിക്കാൻ വേണ്ടി സൂറത്ത് ഹൂദ് നൽകുന്നത്. ഇതിൻ്റെ അകത്തുള്ളത് മുഴുവൻ അതാണ്. നോക്കൂ, സ്വാഭാവികമായി ഒരു സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളോ പരീക്ഷണങ്ങളോ നേരിടുമ്പോൾ അവർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? നിങ്ങൾ ആലോചിക്കൂ, എങ്ങനെ കൈകാര്യം ചെയ്യാം? ഒന്നാമതായി ഉണ്ടാകുക, അവർക്ക് അവരുടെ എല്ലാ പ്രതീക്ഷകളും നശിക്കും. ഇനി ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഈ നാട്ടിൽ എന്ന് പറയും. നമ്മളൊക്കെ ഇപ്പൊ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞ വാചകങ്ങളാണ്. അതുപോലെ പ്രതീക്ഷ നശിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അമലുകൾ ഇല്ലാതാവും. ഭയം കൊണ്ടോ അല്ലാതെയോ ദീനിയായി അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇല്ലാതാവും. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത്, അതല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കടുപ്പമുള്ള ചില തീരുമാനങ്ങളിലേക്കോ ചില അവസ്ഥകളിലേക്കോ ഈ ആളുകൾ പോകും. അത് പല രീതിയിലുമാകാം. കടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ ചില ആളുകൾ എടുക്കും. ഇത്തരം അവസ്ഥ വരുമ്പോൾ മറ്റുള്ളവരെ നശിപ്പിച്ചു കളയണം എന്ന നിലക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ശരീരത്തിൽ ബോംബ് വെച്ച്, എന്താ പറയാ, ഈ ശരീര ബോംബ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ താങ്ങാൻ കഴിയാത്ത സമയത്ത് എടുക്കുന്ന കടുപ്പമുള്ള ഒരു തീരുമാനമാണ്. മൂന്നാമത്തേത്, ഇവരോട് രാജിയാവും. ആരാണോ ഈ സമൂഹം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഉപദ്രവിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സമൂഹം, അവരോട് രാജിയാവും. അവരോട് ഒരുമിച്ച് പോകാനുള്ള തീരുമാനം എടുക്കും. ഇനി അതേ അവിടെ രക്ഷയുള്ളൂ എന്നൊക്കെ പറയും. ഈ മൂന്നാൽ ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. എന്നാൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ തീർച്ചയായും സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഹൂദ് എന്ന അധ്യായം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിക്കുന്നത്. എന്താണ് ഹൂദിലൂടെ തിരുമേനിക്ക് നൽകുന്ന നിർദ്ദേശം? നോക്കൂ, ഹൂദ് എന്ന അധ്യായത്തിൽ ഒരുപാട് പ്രവാചകന്മാരുടെ കഥ പറയുന്നുണ്ട്. ആ പ്രവാചകന്മാരാരും തന്നെ ഈ മൂന്നാൽ ഒരു തീരുമാനത്തിലേക്ക് അവർ പോയിട്ടില്ല. ഇതല്ലാത്ത തീരുമാനം മുസ്ലിം സമൂഹത്തിനുണ്ട്. കാരണം അള്ളാഹു അവരുടെ കൂടെയുണ്ട്. അവരൊരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തേണ്ടവരല്ല, പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടവരല്ല, അവരൊരിക്കലും കടുപ്പമുള്ള തീവ്രവാദികളാകേണ്ടവരല്ല, സ്വയം പൊട്ടിത്തെറിക്കേണ്ടവരല്ല, അവരൊരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കളോടോ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരോടോ രാജിയാകേണ്ടവരുമല്ല. മറിച്ച് അതല്ല ഇസ്ലാമിന്റെ ചരിത്രം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അല്ലാഹു തആല ഈ സൂറത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ സൂറത്തിന്റെ 112-ാമത്തെ വചനത്തിലേക്ക് വരൂ. പ്രവാചകന്മാരുടെ മുഴുവൻ കഥകളും പറഞ്ഞ ശേഷം അല്ലാഹു തആല പറയുന്ന വാചകം നിങ്ങൾ കേട്ടു നോക്കൂ. 112-ാമത്തെ വചനം. അതുവരെ എല്ലാ പ്രവാചകന്മാരുടെ കഥയും പറയില്ല, നമ്മളതിലേക്ക് വരാം. ഞാൻ ഇത് പറയുന്നത് ഇത് എന്തിനാണെന്ന് മനസ്സിലാക്കണം എന്നല്ല, തിരുമേനിക്ക് എന്തുകൊണ്ട് നരച്ചു നമുക്ക് മനസ്സിലാവണം. എന്താ പറയുന്നത്? 112-ാമത്തെ വചനം, ഫസ്തഖിം കമാ ഉമിർ വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഇതാരും മുസാഫ് നോക്കാതെ കേൾക്കരുത്, ഒരു കാര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? മാത്രമല്ല മുസാഫിലേക്ക് നോക്കിയിരിക്കുന്നത് പുണ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഫസ്തഖിം കമാ ഉമിർ, ആകയാൽ താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിലകൊള്ളുക. ഫസ്തഖിം, ഇസ്തിഖാമത്തോടുകൂടി നേരായ മാർഗത്തിൽ നിലകൊള്ളുക. കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ. വമൻ താബ മഅക, താങ്കളും താങ്കളിലേക്ക് മടങ്ങി വന്നവരും. വലാ തതഗൗ, നിങ്ങൾ ഒരിക്കലും അതിരിവിട്ട് പ്രവർത്തിക്കരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിശ്ചയമായും അവൻ
നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാണ്. അല്ലാഹു തആല ഉറച്ചു നിൽക്കാൻ പറയാണ്, ഇസ്തിഖാമത്തോടു കൂടി നിൽക്കാൻ പറയാണ്. ഒരിക്കലും നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പാടില്ല പറയാണ്. അതിരുവിട്ട ഒരു തീരുമാനം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൂന്നാലൊരു തീരുമാനം വരും, അത് മൂന്നും എന്താണ്? അതിരുവിട്ടതാണ്, അത് പാടില്ല. എന്നിട്ട് തുടർന്ന് പറയുന്നു 113ാമത്തെ വചനം, വലാ തർക്കനു ഇലല്ലദീന ളലമു തമസ്സകുമുന്നാർ വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ. ഒക്കെ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലേക്ക് അവതരിച്ച വചനം മാതിരിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വലാ തർക്കനു ഇലല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുമായിട്ട് രാജിയാകാന്നൊരു സ്വഭാവം. ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരുമായിട്ട് രാജിയാകാൻ ശ്രമിക്കുന്നത്. എന്തിനാ? ഇവരുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല എന്നാണ്. ഹൂദ് വായിക്കാത്തവരാണത്, ഖുർആനിൽ എത്താത്തവരാണവർ. വലാ തർക്കനൂ ഇലല്ലദീന ളലമു, നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഫതമസ്സകുമുന്നാർ, നരകം നിങ്ങളെ സ്പർശിക്കും. നിങ്ങളത് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് നരകമാണ് പകരം കിട്ടുക. എന്ന് മാത്രമല്ല, വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് രക്ഷാധികാരികളേ ഇല്ല. നിങ്ങളിപ്പോ വിചാരിക്കണം എന്താ? ഇവരോട് രാജിയായാൽ ഇവര് നിങ്ങളെ രക്ഷിക്കുന്നല്ലേ? ആ പ്രതീക്ഷ അവസാനിപ്പിച്ചളി. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് രക്ഷാധികാരികളില്ല. സുമ്മ ലാ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുന്നതുമല്ല. സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വചനമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. ഈ സംഭവങ്ങൾ, ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞ ശേഷം ഇത് എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിം സൊസൈറ്റി, മുസ്ലിം സമൂഹം എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, നേരിടേണ്ടത്? ഏത് കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിന് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമെന്നതാണ് എല്ലാ കാലഘട്ടത്തിലെയും പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത്. നോക്കൂ, നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഈ ആയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ മാനസികാവസ്ഥയെയാണ് ചികിത്സിക്കുന്നത്. പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ വന്നു നിൽക്കുമ്പോൾ, പ്രതിസന്ധികളുടെ മുനയിൽ വന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ വരാം. അപ്പൊ നീ എന്ത് ചെയ്യണം? ഒന്ന് ഇസ്തഖിം, നേരെ ചൊവ്വയുള്ള പാതയിൽ നീ നിൽക്കണം. അവിടെ നീ ക്ഷമിച്ചു നിൽക്കണം. നിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ നീ നിൽക്കണം. ഇസ്ലാമിന്റെ മാർഗത്തിൽ നീ നിൽക്കണം. നീ ഒഴിഞ്ഞു പോവുകയല്ല, പേടിച്ചു പോവുകയല്ല, ഇതൊക്കെ നിർത്തിവെച്ച് മാറിപ്പോവുകയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലാ തതഗൗ, അതിരുവിടാൻ പാടില്ല. അവരത് ചെയ്തു, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറയരുത്. അത് ന്യായല്ല. അവര് നിരപരാധിയെ കൊന്നു, നമ്മളും നിരപരാധിയെ കൊല്ലും. പാടില്ല, നമുക്ക് പാടില്ല. നമുക്ക് എല്ലാറ്റിനും അതിരുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ആയത് കൊണ്ട് ഭീരുവാകണോ? ഇത് ഭീരുത്വമല്ല, ഇത് അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. വലാ തതഗൗ, നിങ്ങൾ അതിരുവിടാൻ പാടില്ല. മൂന്നാമത്തെ കൽപ്പന എന്താ? വലാ തർക്കൻ എന്ന് വെച്ചാൽ ഇവരോട് രാജിയാകരുത്, ഇവരോട് ഒട്ടിച്ചേർന്ന് ജീവിക്കരുത്. ഈ മൂന്ന് കൽപ്പനകൾ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ 3 തീരുമാനങ്ങളുണ്ടല്ലോ. സാധാരണയായി ഒരു സമൂഹം എടുക്കാവുന്ന 3 തീരുമാനങ്ങൾ. ആ 3 തീരുമാനങ്ങൾക്ക് നേരെ എതിരാണ് ഈ കൽപ്പന. ഇവിടെ ഒളിച്ചോട്ടമില്ല, ഇവിടെ രാജിയില്ല, ഇവിടെ പ്രതീക്ഷ അവസാനിക്കലില്ല, ഇവിടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കലില്ല. മറിച്ച് എന്താണ് ഇവിടെ ഉള്ളത്? ഇവിടെ 3 കാര്യങ്ങൾ. ഒന്ന്, ഇസ്തിഖാമത്തോടുകൂടി നേർക്ക് നേരെ കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തേത്, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അതിരുവിടാതിരിക്കുക. മൂന്നാമത്തേത്, ഒരിക്കലും ഇവരുമായി രാജിയാകാതിരിക്കുക. നോക്കൂ, ഈ സംഭവം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ശേഷം മുസ്ലിം ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ വരാനുള്ള മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്, സഹോദരന്മാരെ, ഏറ്റവും കടുപ്പമുള്ള പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ പ്രവാചകന്മാരുടെ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം. അതാണ് ശയ്യബത്തിനി ഹൂദ് എന്ന് പറഞ്ഞത്. ഹൂദുൻ വഖവാത്തുഹാ, ഹൂദും ആ ഹൂദ് സൂറത്തിന്റെ സഹോദരിമാരുമാണ് എന്നെ നിരപ്പിച്ചു കളഞ്ഞത് എന്ന് തിരുമേനി പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾ വന്നു നോക്കൂ, ഈ സൂറത്തിന്റെ ആരംഭത്തിലേക്ക് വരൂ. ഈ സൂറത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. എന്താ? പരിശുദ്ധ
ഈ സൂറത്ത് അങ്ങനെയാണ് ആരംഭിക്കുന്നത്. നോക്കൂ, ഒരു കാര്യം ഞാൻ ചേർത്ത് പറയട്ടെ. ഇവിടെ ഹുറൂഫുൻ മുഖത്താ, ഇതുപോലെയുള്ള അലിഫ് ലാം മീം അലിഫ് ലാം റ, ഇതുപോലെയുള്ള സൂറകളെ കൊണ്ട് ഇതുപോലെയുള്ള അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകൾ, അധ്യായങ്ങളിൽ 3 എണ്ണമല്ലാത്തതൊക്കെ അതിനുശേഷമുള്ള പരാമർശ വിഷയം വിശുദ്ധ ഖുർആനാണ്. അപ്പൊ ഖുർആനുമായി ഈ അക്ഷരങ്ങൾക്കൊരു ബന്ധമുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. തദബ്ബുർ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ പറഞ്ഞതെന്താ? കിതാബുൻ ഉഹ്കിമത് ആയാതുഹു തുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. ഇത് ഒരു പ്രമാണ ഗ്രന്ഥമത്രേ. ഇതിലെ വചനങ്ങൾ ആശയഭദ്രതയുള്ളതാണ്. പിന്നീട് അത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഹക്കീമും ഖബീർ, യുക്തിമാനും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതത്രേ ഇത് പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ സൂറത്ത് ആരംഭിക്കുന്നത്. എന്നിട്ടോ അടുത്തത് നോക്കൂ. അടുത്തത് 2-ാമത്തെ വചനം തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ്. പറയണ്ടല്ലോ, ഇന്നനീ ലക്കും മിൻഹു നദീറുൻ വബശീർ. തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതിലേക്ക്. സ്വാഭാവികമായും ഇത് രണ്ടും എന്തുണ്ടാക്കും? പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രതിസന്ധികൾ ഉണ്ടാക്കും. നമ്മൾ ശരിക്കത് മനസ്സിലാക്കിക്കോ. തൗഹീദിലേക്ക്, ശുദ്ധമായ തൗഹീദിലേക്ക് ഏതൊക്കെ പ്രവാചകന്മാരും ഏതൊക്കെ സമൂഹത്തിലെ പണ്ഡിതന്മാരും നേതാക്കളും ക്ഷണിച്ചിട്ടുണ്ടോ അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ്. കാരണം തൗഹീദിനെതിരാണ് മഹാഭൂരിപക്ഷം പിശാചിന്റെ ആളുകളാണ്. തൗഹീദിൽ കളങ്കം വരുത്താൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ മെതി തൗഹീദ് എന്ന് വിചാരിക്കുന്നവരാണ്. അത് പറ്റൂല എന്നർത്ഥം. അതാണ് വളരെ പച്ചയായി പറഞ്ഞത്. അവിടുന്നാണല്ലോ പ്രശ്നങ്ങൾ തുടങ്ങുന്നതും. എന്നിട്ട് ആ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്താ? അത് നോക്കൂ. അതാണ് 5-ാമത്തെ വചനത്തിൽ നമ്മൾ ആ സംഭവം വിശദീകരിച്ചല്ലോ. ആ സംഭവം നമ്മൾ വിശദീകരിച്ചു. ആ മനുഷ്യൻ നബിയുടെ മുമ്പിൽ പഞ്ചാര വാക്ക് പറയും, ഉള്ളിൽ ഇസ്ലാമിനോടും റസൂലിനോടും വെറുപ്പ് കാണിക്കും. ഇങ്ങനെ ഒരു സമൂഹം വളർന്നു വരുന്നു. അതൊരു പ്രതിസന്ധിയാണ് അല്ലെ? ഇനി നോക്കൂ, മുമ്പോട്ട് വന്നാൽ ഇതിന്റെ ഇടയിലൊക്കെ ഉള്ളത് നമ്മൾക്ക് എപ്പോഴെങ്കിലും വായിച്ചു നോക്കാം കേട്ടോ. ഞാനിത് വളരെ പെട്ടെന്ന് കടന്നു പോകുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. എന്നിട്ടോ ഇത് പറഞ്ഞ ശേഷം അല്ലാഹു തആല അതിലെ 12-ാമത്തെ വചനത്തിലേക്ക് വരൂ. 12-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല റസൂലിനെയും മുസ്ലിം സമൂഹത്തോടും ആവശ്യപ്പെടുന്നത് എന്താ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും, പക്ഷേ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ദഅവത്തിന്റെ മാർഗത്തിൽ സ്ഥിരതയുള്ളവരാകണം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ശരി. നോക്കൂ, 12-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കൂ. എന്താണത്? ഫലഅല്ലക താരികും ബഅദ മാ യുഹാ ഇലൈക വദായിഖും ബിഹി സദ്റുക അൻ യഖൂലു ലൗലാ ഉൻസില അലൈഹി കൻസുൻ ഔ ജാഅ മഅഹു മലക് ഇന്നമാ അൻത നദീർ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വകീൽ. ഇയാൾക്ക് ഒരു നിധി ഇറക്കപ്പെടുകയോ ഇയാളോടൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്തതെന്ത് എന്ന് നിന്നെപ്പറ്റി, നബിയെപ്പറ്റി അവർ പറയുന്ന കാരണത്താൽ നിനക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ചിലത് നീ വിട്ടുകളയുകയും അതിന്റെ പേരിൽ നിനക്ക് മനപ്രയാസം ഉണ്ടാവുകയും ചെയ്തേക്കാം. നേരത്തെ തന്നെ അല്ല പറയാ, ഇവരിങ്ങനെ കുത്തി പറയുമ്പോ ചിലപ്പോ നീ വിട്ടുകളഞ്ഞേക്കാം, നിനക്ക് അതിന്റെ പേരിൽ മനപ്രയാസം ഉണ്ടാക്കാം. പക്ഷേ നീ പതറാൻ പാടില്ല. കാരണം ഇന്നമാ അൻത നദീർ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വകീൽ. കാരണം നീ ഒരു നദീർ മാത്രമാണ്. നിന്നോട് കൽപ്പിച്ചത് ഒരു താക്കീതുകാരനാകാൻ മാത്രമാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വകീൽ. എല്ലാ കാര്യത്തിന്റെയും സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും. നീ ഇവിടെ ബേജാറാകേണ്ടതില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. നോക്കൂ, തുടർന്നങ്ങോട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്നങ്ങോട്ട് ഉള്ളത് മുഴുവൻ എന്താ? ഇസ്ലാമിക പ്രബോധനത്തിൽ ഏത് പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ടത് എങ്ങനെയെന്ന് ബുദ്ധിപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വലാലത്തിന്റെയും ഹുദയുടെയും 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള താരതമ്യം നടത്തിക്കൊണ്ട് അവ തമ്മിലുള്ള വ്യത്യാസം സൂര്യനും ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 24-ാമത്തെ വചനം നോക്കൂ. മസലുൽ ഫരീഖൈനി കൽ അഅമാ വൽ അസം വൽ ബസീർ വസ്സമീഅ് ഹൽ യസ്തവിയാനി മസല
അഫലാ തദക്കറൂൻ. 24-ാമത്തെ വചനം. ഇത് യഥാർത്ഥത്തിൽ ഇവർ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഈ രണ്ട് വിഭാഗവും, വലാലത്തിന്റെ വിഭാഗവും ഹിദായത്തിന്റെ വിഭാഗവും ഒരുപോലെയല്ല. മസലുൽ ഫരീഖൈൻ കല്ല. ഈ രണ്ട് വിഭാഗങ്ങളുടെയും ഉപമ, രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് വലാലത്തിന്റെ വിഭാഗമാണ്, അവരാണ് പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് ഇത് അനുഭവിക്കുന്ന വിഭാഗമാണ്, അവരാണ് ഹിദായത്തിന്റെ വിഭാഗം. ഇത് രണ്ടിന്റെയും ഉപമ അന്ധനും ബധിരനുമായ ഒരാളെപ്പോലെയും കാഴ്ചയും കേൾവിയുമുള്ള മറ്റൊരാളെപ്പോലെയുമാകുന്നു. ഇവർ ഉപമയിൽ തുല്യരാണോ? ആണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പോൾ അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? ഇത് ഈ അധ്യായത്തിന്റെ ഒരു ആമുഖം എന്ന നിലക്കാണ് ഇത്രയും കാര്യങ്ങൾ 30-ാമത്തെ വചനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഈ രീതിയിലാണ് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അഥവാ മുസ്ലിമീങ്ങളെ, എത്ര കടുപ്പമുള്ള കളവാക്കലുകൾ വന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് വരികയാണ്. ഒന്നാമതായി പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. നമുക്കറിയാം, നൂഹ് നബി അബുൽ ബഷർ അസ്സാനി എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ റസൂലാണ്. നൂഹ് നബിയുടെ കഥ യഥാർത്ഥത്തിൽ വളരെ വിശദീകരിച്ച് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഇവിടെയും അത് വന്നിട്ടുണ്ട്. സൂറത്ത് നൂഹ് എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ടല്ലോ, അവിടെയും ആ കഥ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാം ദീർഘമായ 950 വർഷം നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പീഡനങ്ങളും പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനിടയിൽ ജീവിച്ച് എങ്ങനെയാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്? എന്തൊക്കെ പ്രതിസന്ധികൾ അദ്ദേഹം അനുഭവിച്ചു? അദ്ദേഹത്തെ ആളുകൾ കൂക്കി വിളിച്ചില്ലേ? പരിഹസിച്ചില്ലേ? ഭ്രാന്തനെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ടോ എന്തുണ്ടായോ? അള്ളാഹു അദ്ദേഹത്തോട് ഒരു കപ്പൽ ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നു. ആ കപ്പൽ ഉണ്ടാക്കുക എന്ന പ്രക്രിയ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. കാരണം ആ പ്രദേശത്ത് മരമില്ല കപ്പൽ ഉണ്ടാക്കാൻ, വൃക്ഷങ്ങളില്ല. വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് മുതൽ തുടങ്ങുന്നു, എന്നിട്ട് ആ വൃക്ഷം വലുതാകുന്നു, എന്നിട്ട് അത് അറുത്ത് മുറിച്ച് ഈർന്ന് പലകകളാക്കുന്നു, എന്നിട്ട് കപ്പൽ ഉണ്ടാക്കുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അല്ലാഹു തആലാക്ക് വേണമെങ്കിൽ ഈ നൂഹ് അലൈഹിസ്സലാമിനെതിരിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഈ സമൂഹത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ സാധ്യമല്ലേ? എന്നിട്ട് എന്റെ ഒരു പ്രവാചകനോട് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തൊക്കെ സഹിച്ചു ആ പ്രവാചകൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ഒരു സാധനത്തെ പറ്റി, കപ്പൽ എന്ന ഒരു 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 വാഹനത്തെ കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ഒരു സമൂഹം അവർ കൂക്കി വിളിച്ചില്ലേ? ഇവരെന്താ ഉണ്ടാക്കുന്നത്? മരുഭൂമിയിൽ കപ്പൽ ഉണ്ടാക്കുകയാണോ? പരിഹസിച്ചില്ലേ? എന്തിനാണിത്? ഇത് യഥാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തരാനാണ്. എത്രമാത്രം ശക്തിയുള്ള ക്ഷമയായിരുന്നു അദ്ദേഹം കാണിച്ചത് എന്ന് നമുക്ക് കാണിച്ചു തരാനാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി, നിരാശ വരാതെ ദഅവത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് നൂഹ് അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ച പാഠം. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നൂഹ് നബി പ്രതികരിച്ചത് എങ്ങനെയാണ്? നൂഹ് നബിക്ക് ദേഷ്യം പിടിച്ചോ? ചൂടായോ? ഇട്ടെറിഞ്ഞു പോയോ? ഇല്ലല്ലോ. നിങ്ങൾ വന്ന് നോക്കൂ, 33-ാമത്തെ വചനം. നൂഹ് അലൈഹിസ്സലാമിന്റെ കഥ പറയുകയാണ്. 28-ാമത്തെ വചനം മുതൽ 30-ാമത്തെ വചനത്തിലേക്ക് വന്നു നോക്കൂ. നമുക്ക് കാണാം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താകുന്നു എന്ന്. എന്താ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്? വയാ ഖൗം മൻ യൻസുറുനി മിനല്ലാഹി ഇൻ തറത്തുഹും അഫലാ തദക്കറൂൻ. നൂഹ് നബിയുടെ കൂടെയുള്ള ദുർബലന്മാരായ മനുഷ്യന്മാരെ ആട്ടിയോടിക്കണം എന്ന ആവശ്യത്തിന്റെ മുമ്പിൽ നൂഹ് നബി മറുപടി പറയുന്നു, എന്റെ ജനങ്ങളെ, ഞാൻ അവരെ ആട്ടിയോടിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? എനിക്ക് പറ്റൂല. ദുർബലന്മാരായ നിസ്സാരന്മാരായ ആളുകളാണ് നൂഹേ നിന്റെ കൂടെയുള്ളത്, അവരെ ആട്ടിയോടിക്കണം എന്ന് പറഞ്ഞപ്പോ നൂഹ് അലൈഹിസ്സലാം നൽകിയ മറുപടിയാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയങ്ങളാണ് ഇത്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയങ്ങളാണ്. ഇനി 33-ാമത്തെ വചനം നോക്കൂ. നൂഹ് നബി അലൈഹിസ്സലാമിന് ദേഷ്യം പിടിച്ചില്ലെന്ന് മാത്രമല്ല, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞ
മറുപടി നിങ്ങൾ നോക്കൂ. ഖാല ഇന്നമാ യഅതീകും ബിഹില്ലാഹ് ഇൻ ശാഅ വമാ അൻതും ബിമുഅ്ജിസീൻ. ഇവര് പരിഹസിച്ച് എന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ കാണാം, ഖാലൂ യാ നൂഹു ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. അവർ പറഞ്ഞു, എടാ നൂഹേ, ഞങ്ങളോട് നീ തർക്കിക്കാണ്. ഇപ്പോ ഞങ്ങളൊക്കെ വളരെയേറെ തർക്കിച്ചു, ഇനി നമുക്ക് തർക്കിക്കാൻ നേരല്ല. നീ എന്ത് ചെയ്യണം? ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. നീ പറയുന്നുണ്ടല്ലോ നിന്റെ റബ്ബിന്റെ ശിക്ഷ വരും എന്ന്. നീ പറയുന്നത് സത്യമാണെങ്കിൽ നീ ഞങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ വരട്ടെ. എന്നിട്ടോ ഇത് അവസാനത്തെ മൂക്കുമത്ത് കൊണ്ടുവന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ചൂടാക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നമാ യഅതീകും ബിഹില്ലാഹ്. നൂഹ് നബിയുടെ മറുപടിയാ, ഇന്നമാ യഅതീകും ബിഹില്ലാഹു ഇൻ ശാഅ വമാ അൻതും ബിമുഅ്ജിസീൻ. അല്ലാഹു മാത്രമാണ് അത് കൊണ്ടുവരിക, ഞാനല്ല. അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല കേട്ടോ. നമുക്ക് പാഠമാണ്. അള്ളാഹിനെ തോൽപ്പിക്കാൻ കഴിയൂല, നല്ലോണം കരുതിക്കോ എന്ന് ആരോട് പറയാണ്? ഈ അവിശ്വാസികളായ സമൂഹത്തോട് നൂഹ് അലൈഹിസ്സലാം പറയുകയാണ്. അതാണ് 33-ാമത്തെ വചനം. അതല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു വാചകവും അദ്ദേഹം പറഞ്ഞില്ല. നോക്കൂ, 28 മുതൽ 28, 29, 30, 31, 32, 33, 34, 35 വചനങ്ങൾ. ആ വചനങ്ങളിൽ നോക്കൂ, തന്റെ പുത്രൻ നൂഹ് നബിയുടെ പുത്രൻ യഥാർത്ഥത്തിൽ കുഫാറുകളുടെ കൂടെയായിരുന്നു. അദ്ദേഹവും ഈ മകനും അദ്ദേഹത്തെ അവരുടെ കൂടെ കൂടി പരിഹസിക്കുകയായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നൂഹ് നബിയുടെ കഥ കൃത്യമായി പറയുന്ന നൂഹ് നബിയുടെ മകന്റെ കഥ ഖുർആനിൽ ഈ ഹൂദ് സൂറത്തിൽ മാത്രമാണ് പറയുന്നത്. ഇത്രയും വിശദീകരിച്ച് അത് പറയുന്നുണ്ട്. എന്തിനാണത് പറഞ്ഞത്? മറ്റൊന്നിനുമല്ല, തന്റെ സ്വന്തം ചോരയാണ്, ഭൗതികമായി സ്വന്തം ചോരയാണ് കുഫാറുകളുടെ പക്ഷത്തെങ്കിൽ പോലും രാജിയാകാൻ വിശ്വാസികളെ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണ്. ആദർശത്തിന്റെ വിഷയത്തിൽ രാജി അതില്ല. കാരണം ഇത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയമാണ്, ദുനിയാവിലെ വിഷയമല്ല. അതുകൊണ്ട് പറ്റില്ല. എങ്ങനെ പറ്റില്ല? ഒരു പ്രവാചകന്റെ സംഭവം പറഞ്ഞിട്ടാ. ഒരു പ്രവാചകന്റെ മകനോട് രാജിയായിട്ടില്ല ആ പ്രവാചകൻ. ഇല്ല, ആ പ്രവാചകന്റെ മകനെ കൂട്ടാൻ പറ്റിയിട്ടില്ല. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു രസകരമാണ് ആ കഥ എന്ന്. ഒരിക്കലുമില്ല. ഇവൻ കാഫറാണ്, ഇവൻ ലാലിമാണ്, അവൻ ഈ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവനാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. 45-ാമത്തെ വചനത്തിലേക്ക് വന്നു നോക്കൂ. വനാദാ നൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ് വഅൻത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് അലൈഹിസ്സലാമിനോട് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരുന്നു നൂഹ് നബിയുടെ അഹ്ലിനെ രക്ഷപ്പെടുത്താമെന്ന്. അപ്പോ അങ്ങനെ ഈ പ്രളയമുണ്ടായപ്പോ ഈ മകൻ ഇതില് മുങ്ങി കൊല്ലപ്പെട്ടു പോയി. അപ്പോ ഈ പ്രളയമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് തന്റെ മകനെ കാണാനില്ലല്ലോ. മകൻ പറഞ്ഞത് ഞാൻ ആ മലമ്മ പോയി രക്ഷപ്പെട്ടോളാന്ന്. വാ മോനെ നീ കേറി എന്ന് പറഞ്ഞപ്പോ മോൻ കേറിയിട്ടില്ല, അള്ള കേറ്റൂലല്ലോ. ആ മലമ്മ പോയി രക്ഷപ്പെടാന്നാ പറഞ്ഞു. ഇത് പ്രളയമൊക്കെ കഴിഞ്ഞ സമയത്ത് നൂഹ് അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിക്കുകയാണ്. 45-ാമത്തെ ആയത്ത് നോക്കൂ. വനാദാ നൂഹു റബ്ബഹു. നൂഹ് തന്റെ റബ്ബിനെ വിളിച്ചു പറഞ്ഞു, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. റബ്ബേ, എന്റെ മോൻ എന്റെ അഹ്ലിൽപ്പെട്ടതല്ലേ, എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ. വ ഇന്ന വഅദകൽ ഹഖ്. നിന്റെ വാഗ്ദത്തം സത്യമാണല്ലോ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കുടുംബത്തെ രക്ഷിക്കുമെന്ന്. വ അൻത അഹ്കമുൽ ഹാകിമീൻ. നീ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവാണല്ലോ. എന്താണ് എന്റെ മകന് പറ്റിയത്? അള്ളാഹുവിന്റെ മറുപടി എന്തിനാന്ന് അറിയും? ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ആദർശത്തിന്റെ വിഷയത്തിൽ പറ്റൂല. അള്ളാഹിന്റെ മറുപടി യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. എടാ നൂഹേ, തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. അഹ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? പറ്റൂല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അതാണ് വിഷയം. അവൻ ശരിയല്ലാത്തത് ചെയ്തവനാണ്. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അവനെ നീ ശ്രമിച്ചു നോക്കിയല്ലോ രക്ഷപ്പെടുത്താൻ.
വന്നില്ലല്ലോ, അവന്റെ അഹങ്കാരം സമ്മതിച്ചില്ലല്ലോ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ ശരിയല്ലാത്തത് ചെയ്തവനാണ്. അതുകൊണ്ട് ഫലാ തസ്അൽനി, അള്ളാന്റെ കേട്ടോളി, ഒരു കുറച്ച് ശക്തിയുള്ള വാക്ക. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്ത കാര്യം എന്നോട് ആവശ്യപ്പെടരുതേ നൂഹേ, നിനക്ക് അറിവില്ലാത്തത് കൊണ്ട് അത് ആവശ്യപ്പെടുന്നത് പറയരുത്. ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിലായി പോകരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ നിന്നെ ഉപദേശിക്കുകയാണ്. എത്ര ശക്തമാണ്! എന്താ കാരണം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ആദർശത്തിന്റെ കാര്യത്തിൽ അവിടെ എന്തില്ല, വിട്ടുവീഴ്ചയില്ല. ഈ വിട്ടുവീഴ്ചയില്ലാത്ത കഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൂഹ് അലൈഹിസ്സലാമിലൂടെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഈ നൂഹ് നബിയുടെ ചരിത്രം അവസാനിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നൂഹ് നബിക്ക് വല്ലാതെ പ്രയാസമായി. അതാണ് 47-ാമത്തെ വചനവും 48-ാമത്തെ വചനവും പറയുന്നത്. ആ പ്രയാസം അള്ളാഹു ഉൾക്കൊണ്ടു. നൂഹ് നബി ചോദിച്ചത് തെറ്റായി എന്ന് നൂഹ് നബിക്ക് ബോധ്യമായി. നൂഹ് നബി പറഞ്ഞു, 47-ാമത്തെ വചനം എന്താ? റബ്ബി ഇന്നി അഊദു ബിക ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. എൻ്റെ റബ്ബേ, എനിക്കറിവില്ലാത്ത കാര്യം നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടു, അതിൽ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. നീ എനിക്ക് പുറത്തു തരികയും നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നട്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം. പഠിപ്പിക്കണം അല്ലാഹു, എങ്ങനെയാകണം, തെറ്റുപറ്റിയാൽ എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 49-ാമത്തെ അധ്യായത്തോടു കൂടി നൂഹ് അലൈഹിസ്സലാമിന്റെ കഥ അവസാനിക്കുകയാണ്. എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ഒരു പാഠം നൂഹ് നബിയുടെ ചരിത്രത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. 49-ാമത്തെ വചനം, തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. ഇത് ആരോടാ പറഞ്ഞത്? നബിനോടാ. നബിന്റെ ശേഷം നമ്മളോടാ. തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക. ഇതൊക്കെ അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാണ്. നിനക്കറിയില്ലായിരുന്നല്ലോ? നൂഹിന്റെ കഥ അറിയോ? ഈ സംഭവം ഒന്നും അറിയില്ലല്ലോ? അറിയില്ല. ഇത് നൂഹിഹാ ഇലൈക, നിനക്ക് നാം വഹ്യായി നൽകുകയാണ്, സന്ദേശമായി നൽകുകയാണ്. മാ കുൻത തഅലമുഹാ അൻത, ഇതിനു മുമ്പ് നിനക്കറിയുമായിരുന്നില്ല. വലാ ഖൗമുക, നിന്റെ നാട്ടുകാർക്കും അറിയുമായിരുന്നില്ല. മിൻ ഖബ്ലി ഹാദാ, ഇത് പറഞ്ഞിരുന്നതിന്റെ മുമ്പ് ഈ സംഭവം ആർക്കും അറിയില്ലായിരുന്നു, ഈ കഥ. അപ്പൊ ഇത് നബിയെ നിങ്ങൾ അറിയണം, ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ നാട്ടുകാർക്കോ ഈ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇത് അറിയുമായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം ഫസ്ബിർ, ഇത് പഠിപ്പിക്കുക. പ്രതിസന്ധി വരും, ബുദ്ധിമുട്ട് വരും, പ്രശ്നങ്ങൾ വരും, ഫസ്ബിർ. എന്നിട്ടോ ഇനിയുള്ളതാണ് അടിവരയും മുകൾ വരയും ഒക്കെ ഇടേണ്ട വാചകം, നമ്മളൊക്കെ ഓർക്കേണ്ട വാചകം. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തല നരച്ചെങ്കിൽ തല നരച്ചതിന്റെ ചരിത്രം ഇതാ, ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, അനന്തരഫലം കിട്ടുക മുത്തഖീങ്ങൾക്കായിരിക്കും എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുത്തഖിയായി ജീവിച്ചോ, അല്ലാതെ വഴിയില്ല എന്ന് പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ച ഒന്നാമത്തെ പാഠം നൂഹ് അലൈഹിസ്സലാമിന്റെ ഈ പാഠമാണ്. ഇതിൽ നിന്ന് സ്ഥൈര്യവും ധൈര്യവും സബറും ഉൾക്കൊണ്ട സമൂഹമായിരുന്നു നബിയും നബിയുടെ കൂടെ ജീവിച്ച സഹാബത്തും എന്ന് മനസ്സിലാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ നബിയെ നരപ്പിച്ച്. സഹോദരന്മാരെ, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. നമ്മളൊക്കെ ഇവിടെ ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ, ഓരോ അധ്യായങ്ങളും ഇപ്രകാരം അതിരസകരമായ രൂപത്തിൽ നമ്മുടെ സമകാലിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള സിദ്ധാന്തങ്ങളും നിയമങ്ങളുമാണ് അതിലുള്ളത്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ തദബ്ബുർ ചെയ്യണം. ഇത് ഓതിപ്പോയാലോ വായിച്ചു പോയാലോ കിട്ടൂല. തദബ്ബുർ ചെയ്യണം. ഈ രീതിയിൽ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠം എന്താണെന്ന് മനസ്സിലാക്കി ആധുനിക കാലഘട്ടത്തിലെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു എങ്ങനെയാണ് ശ്രമിച്ചതെന്ന് പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അപ്പൊ നമുക്കും കിട്ടും എന്ത്? സമാധാനം. അൽഹംദുലില്ലാഹ്. ഒരു സംശയം ആർക്കും വേണ്ട. ആ രീതിയിലുള്ള സമാധാനമാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടേണ്ടത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഇതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ ഫസ്തഖിം, ഇസ്തിഖാമത്തോടുകൂടി നിൽക്കുക. അതാണ്. ഒരിക്കലും വലത്തതഗൗ, ഒരു വിഷയത്തിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിൽ അതിരുവിടരുത്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത്. അത് ശരിക്കും മനസ്സിലാക്കുക. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അള്ളാഹുവിനെ വിട്ടുപോകുന്നു. ഇസ്തിഖാമത്ത് നഷ്ടപ്പെടുമ്പോ അതിര് വിട്ടുപോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകളെ കാണാം. അതിര് വിട്ടുപോകുന്നത്. അതല്ലെങ്കിൽ ജീവിക്കുന്ന സമൂഹത്തോട് ഒട്ടിച്ചേരുന്നു. അതാണ് വലാത്തർക്കനും, ഒട്ടിച്ചേരുന്നു. എന്നിട്ട് നമ്മളും അങ്ങനെ ആകാം തിരുമേനി. ഇതൊന്നും ചെയ്യേണ്ടവനല്ല മുസ്ലിം. മുസ്ലിം ആരാ? അതാണ് 49-ാമത്തെ വചനം. നൂഹ് അലൈഹിസ്സലാമിന്റെ കഥ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു എന്നോടും നിങ്ങളോടും പറയുന്നു, ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അള്ളാഹു ആ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മുർ റഹീമിനായ റബ്ബേ, ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിനെ അറിയാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സഹോദരങ്ങളും സഹോദരികളും പ്രയാസകരമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രത്യേകമായി ദ്വാ ചെയ്യണം. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സദസ്സുകളിൽ, ഖുർആനുമായി ബന്ധപ്പെട്ട സദസ്സുകളിൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെ പ്രാർത്ഥന, നമ്മൾ പറയുന്ന ഓരോ പ്രാർത്ഥനക്കും മലക്കുകൾ ആമീൻ പറയുന്ന ഒരു സദസ്സിലാണ് നാം ഉള്ളത് എന്ന ഓർമ്മ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസകരമായ രോഗങ്ങളെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, നിന്റെ സംസാരം ഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശ്രമം ഞങ്ങൾക്ക് നീ സാലിഹായ ഒരു അമലാക്കി മാറ്റണമേ. ഈ പരിശ്രമത്തിൽ ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.